വിത്തിൻ 5 years മോസ്റ്റ്ലി വർഷത്തിനുള്ളിൽ കേരളം മാറും ഉറപ്പ്. അത്രയും മോശം എന്ന് പറഞ്ഞാല് തട്ടിപ്പും എല്ലാം ഞങ്ങള് അനുഭവിക്കണം. എന്തോ പിന്നെ ഇത്രയും വലിയൊരു പ്രധാനമന്ത്രി കാണാൻ ഞങ്ങൾക്ക് ഭാഗ്യം വേണ്ടേ? ഇത്ര ദൂരെയാണെങ്കിലും ഞങ്ങൾ വന്നവര് കാണണമെന്നുണ്ട് ആശ. ഈ മോദിയുടെ കൊച്ചിക്കുള്ള വരവ് ഇനി എത്രത്തോളം മാറ്റം ഉണ്ടാവും കേരളത്തിൽ? ഓഫ് കോഴ്സ് നല്ല മാറ്റമുണ്ട്. നല്ല പ്രവർത്തനമാണ് അവിടെ BJPയുടെ. ഇപ്പൊ ശതമാനം മാറാൻ പോണെയാണ് ഇനി കേരളം. അതെ, ഷുവർ മാറ്റം വേണം. എത്ര വർഷം എടുക്കും കേരളത്തിൽ ഒരു BJP മുഖ്യമന്ത്രിയായിട്ട് ഒരു ആള് വരണം എന്നുണ്ടെങ്കിൽ? വിത്തിൻ 5 years മോസ്റ്റ്ലി വർഷത്തിനുള്ളിൽ കേരളം മാറും ഉറപ്പ്. ഒരു BJP പ്രവർത്തക എന്ന നിലയിലില്ലേ ഒരു കാര്യം ചോദിച്ചോട്ടെ, 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം എങ്ങനെയുണ്ട്? ഒരിക്കലും അത് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കാം. അറിയാം, അത് പറയേണ്ട കാര്യമില്ല. അത്രയും മോശം എന്ന് പറഞ്ഞാല് തട്ടിപ്പും എല്ലാം ഞങ്ങള് അനുഭവിക്കണം. നമ്മുടെ പിള്ളേരൊക്കെ പുറത്തു പോകാനുള്ള ഒരു കാര്യം ഇത് തന്നെയാണ്. ഇവിടെ ഒരു ജോലിയില്ല, ഒന്നുമില്ല, വികസനമില്ല, എല്ലാം കൊള്ളയുമായിട്ട് മതിയായി. എങ്ങനെയെങ്കിലും ഒരു മാറ്റം വേണം. ഞങ്ങൾക്ക് മുന്നോട്ട് എപ്പോഴും പറയുന്നതില്ലേ പെൻഷൻ കൊടുക്കുന്നു, 2000 രൂപ പെൻഷൻ ആക്കിയിട്ടുണ്ട് പറയുന്നത്. അതൊക്കെ എത്ര ദിവസം കിട്ടുമെന്ന് നോക്കി കേന്ദ്രത്തിൽ നിന്നല്ലേ? അതെ, പെൻഷൻ കൂട്ടിയതിന് കാരണം പിണറായി ഗവൺമെന്റ് കൊടുക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. പക്ഷെ ഈ പാവപ്പെട്ടവരൊക്കെ വിശ്വസിക്കുന്നു നമുക്ക് പിണറായി വിജയനാണ് തന്നെയെന്ന്. അപ്പൊ അവര് അയാൾക്ക് തന്നെ വോട്ട് ചെയ്യും. അത്രേ ഉള്ളൂ പ്രശ്നം. വിവരം കുറവില്ലേ? പാവപ്പെട്ടവർക്ക് അധികം പഠിപ്പില്ലാത്തവരുണ്ടല്ലോ, അവര് വിചാരിക്കുന്നത് പിണറായി വിജയനാണ് കൊടുക്കുന്നതെന്ന്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ച് 2 വാക്ക് പറയുകയാണെങ്കിൽ? അയ്യോ, വെരി മോശം. ഞങ്ങൾക്ക് തന്നെ മോശം പറയാൻ. ഇത്രയും നാണക്കെട്ട പരിപാടി ഒരു മന്ത്രി ചെയ്യണമെങ്കിൽ അപ്പോ എങ്ങനെ താമസിക്കും അങ്ങനെയുള്ള സംസ്ഥാനത്തില്? അയാളൊരു നല്ല എക്സാമ്പിൾ കാണിച്ചാലല്ലേ ആൾക്കാരും ചെയ്യുള്ളൂ. വളരെ മോശം. ശരി, താങ്ക്സ്. ഈ കൂട്ടത്തിലെ മാന്യനായിട്ട് ആരാ വരെ? ഇപ്പൊ രാഹുൽ മാങ്കൂട്ടാണോ അതോ ഗണേഷ് കുമാറാണോ കൂട്ടത്തിലൊരു മാന്യൻ? രണ്ടും ഒപ്പം എന്ന് പറയാം. ഒരു രക്ഷയില്ല, രണ്ടുപേരും കട്ടക്ക് നിൽക്കും. മാറ്റം വേണം, അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. രണ്ടുപേരും വരാതിരിക്കുന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എന്തായാലും സ്വാഭാവികമായിട്ട് രണ്ടിലൊരു പാർട്ടി ഇയാളല്ലെങ്കിൽ മറ്റേ പാർട്ടി വരും. മറ്റേ പാർട്ടി വന്നാലും ഗതി ഇത് തന്നെയാണ്. UDF വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരിക? അതറിഞ്ഞൂടാ. ഡിപ്പെൻസ്. താങ്ക് യു.